നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ എക്സാലോജിക്ക് വിവാദം വിശദീകരിക്കാൻ പാർട്ടി കേഡറുകളെ സജ്ജമാക്കി. CPM കേസ് രാഷ്ട്രീയ പ്രേരിതം മാത്രമെന്ന്, കണക്കിൽ മാത്രമാണ് തർക്കമെന്നുമാണ് ചർച്ചകളിൽ നേതാക്കൾ പറയുന്നത്. ഗ്രൂപ്പ് തിരിഞ്ഞുള്ള ചർച്ചകൾക്ക് വരെ ശില്പശാലകളിൽ ഇടമുണ്ടെന്നിരിക്കെ എന്തുകൊണ്ട് വീണ വിജയന് മാത്രം ഇത്ര പരിഗണന എന്ന ചോദ്യം പ്രതിനിധികളിൽ നിന്ന് പലരും ഉന്നയിക്കുന്നുമുണ്ട്. കോടിയേരിയുടെ മകൾക്ക് കിട്ടാത്ത പരിഗണന മാസപ്പടി വിവാദത്തിന്റെ പേരിൽ വീണ വിജയന് കിട്ടുന്നത് എങ്ങനെയെന്ന് ജനം ചോദിച്ചാൽ എന്തു പറയണം? കരിമണൽ കമ്പനിയുമായി എക്സാലോജിക്കിന്റെ ഇടപാട് എന്താണ്? ആദായ നികുതി ഇൻഡിംഗ് സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവ് മുതൽ വീണ വിജയനെതിരെ ഒടുവിലത്തെ SFIO അന്വേഷണത്തിന്റെ സാങ്കേതികത ഇങ്ങനെ വിശദീകരിക്കണം. CPM സംസ്ഥാന സെക്രട്ടറിയാണ് ശില്പശാലയിൽ സംസാരിക്കുന്നതെങ്കിൽ ചോദ്യം ഉയരും മുൻപേ വിവാദം വിശദീകരിച്ചാണ് തുടങ്ങുന്നത്. എല്ലാം രാഷ്ട്രീയ പ്രേരിതം. മാസപ്പടി എന്ന വാക്ക് മാധ്യമം സൃഷ്ടി. എക്സാലോജിക്കും കരിമണൽ കമ്പനിയും തമ്മിലെ ഇടപാടിൽ ആദായ നികുതി കണക്കുകളിൽ മാത്രമാണ് തർക്കമെന്ന് സാങ്കേതിക വിദ്യയിൽ ഊന്നിയാണ് വിശദീകരണം. അത്രയും. വീണയ്ക്കെതിരായ അന്വേഷണം മുറുകുകയും പാർട്ടി അനുഭാവികൾക്കിടയിൽ തന്നെ സംശയങ്ങളും ഉയരുകയും ചെയ്യുമ്പോഴാണ് വിശദീകരണം. മയക്കുമരുന്ന് ഇടപാട് സംബന്ധിച്ച കേസിൽ പാർട്ടി ഇടപെടലിന് പരിമിതിയുണ്ടെന്നും, അതായത് കോടിയേരിയുടെ മക്കൾക്കെതിരായ കേസിൽ സംഭവിച്ചതെന്നും നേതാക്കൾ പറയുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തി കേന്ദ്രീകൃതവും അതേസമയം വിപുലവുമായ പ്രേരണ പരിപാടികളാണ് CPM ലക്ഷ്യമിടുന്നത്. 30,000 പേരടങ്ങുന്ന പാർട്ടി കേഡർ ഇതിനകം സംസ്ഥാനത്ത് സജ്ജമാണ്. ജില്ലാ മണ്ഡല തലങ്ങളിൽ ബ്രാഞ്ച് സെക്രട്ടറി ആയവർക്കുള്ളവർക്ക് പ്രത്യേക ശില്പശാല നടത്തി പരിശീലനം നൽകുന്നു. ഇതൊക്കെ വിഷയങ്ങൾ ഇങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കണം. വിവാദ വിഷയങ്ങളിൽ എങ്ങനെ സർക്കാരിന് അനുകൂല പ്രതിരോധം ഒരുക്കാം തുടങ്ങി ജനങ്ങളിൽ നിന്ന് ഉയർന്നു വരാവുന്ന വിഷയങ്ങളിൽ വിശദമായ ചർച്ചകളാണ് ശില്പശാലകളിൽ നടക്കുന്നത്. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചെന്നും കേസിലെ പരാതിക്കാരനായ ഷോൺ ജോർജ് ആരോപിച്ചു. മകൾ വീണ വിജയൻ തന്റെ ഭാര്യയുടെ പെൻഷൻ തുക കൊണ്ടാണ് കമ്പനി തുടങ്ങിയതെന്ന മുഖ്യമന്ത്രിയുടെ വാദം തെറ്റാണെന്നാണ് ഷോണിന്റെ ആരോപണം. എക്സാലോജിക്കിന്റെ ബാലൻസ് ഷീറ്റ് ചൂണ്ടിക്കാട്ടിയാണ് ഷോണിന്റെ ഈ വാദം. വീണയുടെ നിഷ്പക്ഷമായി 1 ലക്ഷം രൂപയും വായ്പയായി കിട്ടിയ 78 ലക്ഷവുമാണ് കമ്പനി തുടങ്ങാൻ ഉപയോഗിച്ച പണമായി ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നത്. ഡയറക്ടറായ വീണയിൽ നിന്ന് തന്നെ എടുത്ത 78 ലക്ഷത്തിന്റെ വായ്പയാണ് യഥാർത്ഥത്തിൽ കമ്പനി മൂലധനമെന്നാണ് ഷോണിന്റെ വാദം. മുഖ്യമന്ത്രി നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചെന്നും ഇക്കാര്യം സഭാസമിതി അന്വേഷിക്കണമെന്നുമാണ് ഷോണിന്റെ ആവശ്യം. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് ഷോൺ വീണ വിജയന് മുഖ്യമന്ത്രിക്കുമെതിരായ രംഗത്ത് വന്നിരിക്കുന്നത്. അതേസമയം മാസപ്പടി കേസിൽ കേന്ദ്ര അന്വേഷണത്തിന് തടയിടാനുള്ള സർക്കാർ നീക്കത്തിന് തിരിച്ചടിയും നേരിട്ടിട്ടുണ്ട്. പൊതുമേഖലാ സ്ഥാപനമായ KSIDC ആണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെയും ROCയുടെയും അന്വേഷണങ്ങൾ അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. പൊതുമേഖലാ സ്ഥാപനമായ KSIDC എന്തിനാണ് അന്വേഷണത്തെ ഭയക്കുന്നതെന്ന് ചോദിച്ച കോടതി കേന്ദ്ര ഏജൻസികളോട് പരിശോധനയും അന്വേഷണവും സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം തള്ളി.